അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ എടുത്തെഴുതുക. താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിലുണ്ടാകും. ശരിയായത് എടുത്തെഴുതുക. ഒന്നാമത്തത് സുലുസുൽ ഖുർആൻ. ഈ സുലുസുൽ ഖുർആൻ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. അൽ ഫാത്തിഹ ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, ഇഖ്ലാസ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ചോദ്യം സുലുസുൽ ഖുർആൻ ഏതാണ്? അൽ ഇഖ്ലാസ് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത് സുബൈർ ഡാഷ്. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. 3 സഗീദ് ഡാഷ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. 4 ഉമ്മുൽ ഖുർആൻ അൽ ഫാത്തിഹ. 5 സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും 3 ഓപ്ഷൻസ് വീതം നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഭയങ്കരമായ ഒരു തീ പുറപ്പെടും മശ്രിഖിൽ, യമനിൽ, മഗ്രിബിൽ. ഏതാണ് ശരി? യമനിൽ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 2 വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇമാം ഷാഫിഈ, ഇമാം മാലിക്, അബുൽ ഹസനിൽ അശ്അരി. ഏതാണ് ശരി? അബുൽ ഹസനിൽ അശ്അരി എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് ഭ്രമണപഥത്തിൽ നീന്തുന്നു ഗോളങ്ങൾ, മത്സ്യങ്ങൾ, കപ്പലുകൾ. ഏതാണ്? ഗോളങ്ങൾ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 4 മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ ശിർക്ക്, റിദ്ദത്ത്, നിഫാഖ്. ഏതാണ് ശരി? റിദ്ദത്ത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 5ാമത്തത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ഉമർ റളിയല്ലാഹു അൻഹു, മൂസ റളിയല്ലാഹു അൻഹു, അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഏതാണ് ശരി? ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 3ാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 5ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് മുബ്തദിഉകൾ. അപ്പോൾ അവിടെ മുബ്തദിഉകൾ എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത് സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തത് ഗൈബ്. എന്താണ്? ഗൈബ്. അപ്പോൾ അവിടെ ഗൈബ് എന്നാണ് ഉത്തരം എഴുതാനുള്ളത്. മൂന്നാമത്തത് അങ്ങേ അറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ ആരാണ്? അള്ളാഹു. 4ാമത്തത് ഖുർആനിൻ്റെ അവതരണാരംഭം എവിടെ വെച്ച്? ഹിറാ ഗുഹയിൽ. അപ്പോൾ ഹിറാ ഗുഹയിൽ എന്നുള്ളതാണ് അവിടെ ഉത്തരം എഴുതാനുള്ളത്. 5ാമത്തത് പരലോകത്തേക്കുള്ള കൃഷി ഇടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇഹലോകം. ഇനി 4ാമത്തെ പ്രവർത്തനം എണ്ണം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം സൂറത്തു മക്കിയയുടെ എണ്ണം എത്രയാണ്? 86. രണ്ടാമത്തത് ഖുർആനിന് മുമ്പ് അവതരിക്കപ്പെട്ട കിതാബുകൾ 3. മൂന്നാമത്തെ ചോദ്യം സൂറത്തു മദനിയയുടെ എണ്ണം 28. ഇനി 5ാമത്തെ പ്രവർത്തനമാണ് പൂരിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇന്ന ഡാഷ് അദ്ദിക്റ ഡാഷ് ലഹാഫിളൂൻ. അത് പൂരിപ്പിച്ചതും എങ്ങനെ വരും? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് വരും. രണ്ടാമത്തത് അലാ ഇന്ന ഡാഷ് ലാ ഖൗഫുൻ ഡാഷ് യഹ്സനൂൻ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് വരും. മൂന്നാമത്തത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാമി എന്നാണ് അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ വരിക.
ഇനി ആറാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അദ്ദുആ എന്നാൽ എന്ത്? അപ്പം എന്താണ് ദുആ? ദുആ എന്ന് പറഞ്ഞാൽ എന്ത്? ഉത്തരം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അല്ലാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് എന്ത്? ദുആ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏത്? ഉത്തരം അസുന്നത്തു വൽ ജമാഅ. സുന്നത്ത് ജമാഅത്താണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. മൂന്നാമത്തെ ചോദ്യം ഇജ്മാഅ് എന്നാൽ എന്ത്? ഉത്തരം ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാഅ്. നാലാമത്തത് നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത് ഏത്? നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത് ഏത്? ഉത്തരം ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിഞ്ഞൊരുക്കി നൈലിൽ ഇടണം. ഇതായിരുന്നു നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവ്. ഇനി ഏഴാമത്തെ പ്രവർത്തനം സാരം എഴുതുക എന്നുള്ളതാണ്. 2 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് സുബ്ഹാന റബ്ബിൽ അഗ്ല വ ബിഹംദിഹി. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക? അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ സ്തുതിക്കലോടൊപ്പം. അതാണ് സുബ്ഹാന റബ്ബിൽ അഗ്ല വ ബിഹംദിഹി എന്നുള്ളതിൻ്റെ സാരം. രണ്ടാമത്തത് ഇന്ന ശിർക ലളുൽമുൻ അളീം. ഇന്ന ശിർക ലളുൽമുൻ അളീം. നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഇനി 8ാമത്തെ പ്രവർത്തനം വ്യക്തമാക്കുക എന്നുള്ളതാണ്. അവിടെ 2ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇബാദത്ത് എന്നാൽ എന്ത്? എന്താണ് ഇബാദത്ത്? ഉത്തരം അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ്. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് മുഅ്ജിസത്ത് എന്നാൽ എന്ത്? ഉത്തരം അമ്പിയാക്കൾ അല്ലാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അല്ലാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഒന്നുകൂടെ നോക്കാം. അമ്പിയാക്കൾ ദൂതന്മാരാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ അവർക്ക് അല്ലാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ പ്രവർത്തനമാണ് അർത്ഥം എഴുതുക. ഒന്നാമത്തത് ബിദ്അത്ത്. എന്താണ് ബിദ്അത്ത്? അർത്ഥം അനാചാരം. 2 ഇബാദത്ത് ആരാധന. 3 ഇൽമുൽ ഗൈബ് അദൃശ്യ ജ്ഞാനം. 4 ദാത്ത് സത്ത. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.